ലാസ്റ്റ് ചാപ്റ്ററിൽ എത്തിയ ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കുമായിരിക്കും അല്ലേ? കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ എല്ലാവരും പഠിച്ചോ? നമ്മൾ കഴിഞ്ഞ ഒരു 9 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററായ 10th ചാപ്റ്റർ ആണ്. സോ വെൽക്കം ടു എക്സാം പോയിന്റ്. ഇന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ പോകുന്നത് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ 10th ചാപ്റ്ററായ IT ആപ്ലിക്കേഷൻസ്, വിവര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. ഞാൻ ഈ ചാപ്റ്ററിന്റെ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മാക്സിമം പബ്ലിഷേഴ്സിന്റെ എക്സാം പോയിന്റ് എന്ന ഗൈഡിൽ നിന്നാണ്. ഈ ഒരു ഗൈഡ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സിന്റെ നോട്ട്സും സാമ്പിൾ പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൂടെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ പറഞ്ഞത്? IT ആപ്ലിക്കേഷൻസ് അല്ലേ? ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ പഠിച്ചുകൊണ്ടിരുന്ന വെച്ച ചാപ്റ്റേഴ്സ് പോലെയല്ല, നമുക്ക് അറിയാവുന്ന IT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഫോർമേഷൻ ടെക്നോളജി അല്ലേ? അപ്പോൾ ഈ ഒരു IT നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു, എന്തിനൊക്കെ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്, ഏതൊക്കെ ഫീൽഡിൽ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പഠിച്ച ചാപ്റ്റേഴ്സ് പോലെ കുത്തിയിരുന്ന് പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ തന്നെ മനസ്സിലാവുന്ന ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ തുടങ്ങിയാലോ? അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് അറിയണ്ടേ? അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നതാണ് ഗവേണൻസ്. അപ്പോൾ ആ ഒരു പേരിൽ തന്നെ മനസ്സിലാവും നമ്മുടെ ഗവൺമെന്റ് സർവീസുകളിലേക്ക് നമ്മുടെ ഈ ഒരു IT എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവിടെ വരുന്നത്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ചാലഞ്ചസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് ടോപ്പിക്കിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ICTക്ക് ബിസിനസ്സിൽ എന്താണ് ഇൻഫ്ലുവൻസ്, ബിസിനസ് വരുമ്പോഴേക്കും അവിടെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു IT ഒക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് തേർഡ് വരുന്നത് നോക്കിക്കേ, ലേണിംഗ്. നമ്മളിപ്പോൾ എല്ലാവരും ഓൺലൈനിലൂടെ പഠിക്കുന്ന ആൾക്കാരാണ് അല്ലേ? ഇപ്പം നിങ്ങൾ ഇപ്പം തന്നെ പഠിക്കുന്നത് ഓൺലൈനിലൂടെയാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ആ ഒരു ഏരിയയിൽ നമ്മൾ പഠിക്കുന്നത്. ലാസ്റ്റ് വരുന്നത് ഹെൽത്ത് കെയർ സെക്ടറിൽ ICTയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ മറ്റു സർവീസുകളിലൊക്കെ നമ്മൾ ICT യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കുന്ന ഒട്ടുമിക്ക എല്ലാ ഫീൽഡിലും ITയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്തായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ടോപ്പിക്ക്? ഗവേണൻസ് അല്ലേ? ഭരണം. ICT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അപ്പോൾ ICT എയ്ഡഡ് വിത്ത് ഗവേണൻസ് ഈസ് നോൺ ആസ് ഗവേണൻസ്. അപ്പോൾ ICTയുടെ ഒരു ആപ്ലിക്കേഷനാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഇതെന്താണ് നമ്മളിലേക്ക് ഡെലിവറി ചെയ്യുന്നത്? ഗവേണൻസ് എന്ന് പറയുമ്പോഴേക്കും എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? സംതിങ് റിലേറ്റഡ് ടു ഗവൺമെന്റ് അല്ലേ? അപ്പോൾ ഗവൺമെന്റിന്റെ സർവീസുകൾ സിറ്റിസൺസിലേക്ക് കൺവീനിയന്റ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും ട്രാൻസ്പെറന്റ് ആയിട്ടും എത്തിക്കുക, അതാണ് ഗവേണൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? To ensure that the services of the government reach the public promptly and effectively. അതായത് ഗവൺമെന്റിന്റെ സർവീസുകൾ ജനങ്ങളിലേക്ക് ഉടനടി എഫക്റ്റീവായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻസ് ഇൻ ഗവേണൻസ്. ഗവേണൻസിൽ ഭരണത്തിൽ വിവിധ തരം വ്യവഹാരങ്ങൾ എന്തൊക്കെയാണ്? ഗവേണൻസ് ഫെസിലിറ്റേറ്റ്സ് ഇന്ററാക്ഷൻ among different stakeholders in governance. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഗവൺമെന്റ് ടു ഗവൺമെന്റ്, G2G. അപ്പോൾ ഗവൺമെന്റ് ടു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗവൺമെന്റിന്റെ തന്നെ ഏജൻസീസ്, ഡിപ്പാർട്ട്മെന്റ്സ്, ഓർഗനൈസേഷൻസ്, ഇവിടെയുള്ള ഡേറ്റാസിന്റെയും ഇൻഫർമേഷൻസിന്റെയും എക്സ്ചേഞ്ച്, ഇലക്ട്രോണിക്കലി ഉള്ള എക്സ്ചേഞ്ച്, അതിനെയാണ് നമ്മൾ ഗവൺമെന്റ് ടു ഗവൺമെന്റ് എന്ന് പറയുന്നത്. എന്താണ്? ഇലക്ട്രോണിക്കലി എക്സ്ചേഞ്ചിങ് ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ among ഗവൺമെന്റ് ഏജൻസീസ്, ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഓർഗനൈസേഷൻസ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് എന്താ വരുന്നത് നോക്കിക്കേ, ഗവൺമെന്റ് ടു സിറ്റിസൺസ് ആണ്. അപ്പൊ എന്താണ്? ഗവൺമെന്റും സിറ്റിസൺസും തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണ് അവിടെ പറയുന്നത്. ഇനി ഗവൺമെന്റ് ടു ബിസിനസ് എന്ന് പറയുമ്പോഴോ G2B അല്ലെ? അതായത് ഗവൺമെന്റും ബിസിനസ്മെനും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ. ഇനി ലാസ്റ്റ് വരുന്നത് എന്താ? ഗവൺമെന്റ് ടു എംപ്ലോയീസ്, G2E. അതായത് ഗവൺമെന്റിന്റെ എംപ്ലോയീസും തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ, അതാണ് G2E എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ എന്താണ് ഗവേണൻസ്, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതുപോലെ അതിന്റെ ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻസ് ഏതൊക്കെയാന്നുള്ളത്. ക്ലിയർ ആയോ? നമ്മൾ ഇത്ര നേരം പഠിച്ച ഈ ഗവേണൻസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ? അപ്പോൾ നമുക്ക് അത് എന്താണെന്നുള്ളത് നോക്കാം. അവിടെ വരുന്നതാണ് സ്റ്റേറ്റ് ഡേറ്റാ സെന്റർ, സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആൻഡ് കോമൺ സർവീസ് സെന്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നത്. അപ്പോൾ നമുക്കത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്റ്റേറ്റ് ഡേറ്റാ സെന്റർ, SDC. എന്താണ് SDC എന്ന് പറയുന്നത്?
Under National E-Governance Plan, it is proposed to create SDCs to combine services, applications and infrastructure and to provide efficient electronic delivery of G2G, G2C and G2B services. എന്താണ് ഇവിടെ പറയുന്നത്? SDC എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിൽ പ്രപ്പോസ് ചെയ്തൊരു കാര്യമാണ്. ഓക്കെ, ഇവരെന്താ ചെയ്യുന്നത്? നമ്മൾ കുറച്ച് സർവീസുകളും ആപ്ലിക്കേഷൻസും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ഇവർ കമ്പൈൻ ചെയ്യും. എന്നിട്ട് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച ഇ ഗവേണൻസിന്റെ കുറച്ച് ഇൻട്രാക്ഷൻസ് ഉണ്ട് അല്ലേ, ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ഗവൺമെന്റ് ടു ബിസിനസ്, ഗവൺമെന്റ് ടു എംപ്ലോയീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരിലേക്കൊക്കെ പ്രോപ്പറായിട്ട് ഈ ഒരു ഇലക്ട്രോണിക് ഡെലിവറി എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഈ ഒരു SDCയുടെ ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് SDC എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഈ SDCന് കുറച്ച് ഫങ്ഷനാലിറ്റീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. Keeping the central data repository of the state and securing data storage, online delivery of services, citizen information, service portal, state intranet portal, disaster recovery. ഇതെല്ലാം എന്താണ്? ഈ ഒരു SDCയുടെ ഫങ്ഷനാലിറ്റീസ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇത് മുഴുവനൊന്നും നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കുന്നത് അറിയാവുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു SDC എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് ഇതിൽ വരുന്നതാണ് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു ബാക്ക് ബോൺ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇറ്റ് ആക്ട്സ് ആസ് എ ബാക്ക് ബോൺ ഓഫ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. എന്താണ് ഈ ഒരു കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്? എന്താണ് ഇവർ ചെയ്യുന്നത്? ഒരു നെറ്റ്വർക്ക് ആണെന്ന് മനസ്സിലായി. എന്തായിരിക്കും? ഇറ്റ് കണക്ട്സ് തിരുവനന്തപുരം, കൊച്ചി ആൻഡ് കോഴിക്കോട് ആസ് ഇറ്റ്സ് ഹബ്. എന്താണ് ഇതിനെ ഹബ്ബായിട്ട് ഇവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്? തിരുവനന്തപുരം, കൊച്ചി ആൻഡ് കോഴിക്കോട്. എന്നിട്ട് നമ്മുടെ 14 ജില്ലകളിലേക്കും അതുപോലെ തന്നെ ഈ ഒരു 14 ജില്ലകളിലെയും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ഇത് ലിങ്ക് ചെയ്യുന്നുണ്ട്. അതിലേക്ക് മാത്രമല്ല, അത് കൂടാതെയുള്ള നമ്മുടെ മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസുകളും ഈ ഒരു നെറ്റ്വർക്കിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. ഇതിനെയാണ് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് വരുന്നതാണ് കോമൺ സർവീസ് സെന്റർ, CSC, പൊതുസേവന കേന്ദ്രങ്ങൾ. പൊതുസേവന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാവുന്നതല്ലേ, നമ്മൾ പോവാറുള്ളതാണല്ലേ കുറേ സ്ഥലത്തൊക്കെ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. CSCs are the front-end delivery points of the government, private and social sector service for the rural citizens of India. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ കേട്ടിട്ട് കൺഫ്യൂഷൻ ആവണ്ട, താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. It also offers web-enabled e-governance service. It helps in utility payments such as electricity, telephone, water bills, submission of online applications and generating and distributing the services to the needy. എന്താണ് നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോകും അല്ലേ, അതുപോലെ വെള്ളത്തിൻ്റെ, പിന്നെ നമ്മൾ അക്ഷയയിലൊക്കെ പോകും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൊതുസേവന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കോമൺ സർവീസ് സെന്ററിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ നമുക്ക് എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ് പറയുന്നത്. അത് ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം നമുക്ക് കോമൺ ആയിട്ട് ഇവർ ഓഫർ ചെയ്യുന്നത് എന്തൊക്കെ സർവീസുകളാണ് CSC ഓഫർ ചെയ്യുന്നത് നോക്കിക്കേ. അഗ്രികൾച്ചറൽ സർവീസ് ഉണ്ടല്ലേ, കിട്ടാറുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സർവീസസ്, ഹെൽത്ത് സർവീസസ്, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുണ്ടല്ലേ, പിന്നെ റൂറൽ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സർവീസസ്, എൻ്റർടൈൻമെൻറ്റ് സർവീസസ്, കൊമേഴ്ഷ്യൽ സർവീസസ്, ഇതൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണല്ലോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പൊതുസേവന കേന്ദ്രം ഏതായിരിക്കും? അക്ഷയ സെന്റർ എല്ലാവരും കേട്ടിട്ടില്ലേ? നമ്മളെല്ലാവരും പോയിട്ടുണ്ടാവും അക്ഷയയിലൊക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു അക്ഷയ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷൻ്റെ അണ്ടറിൽ 2002 മലപ്പുറത്താണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അക്ഷയ സെന്ററിൽ ചെന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? എന്താണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു സെന്റർ ഇവർ കൊണ്ടുവന്നതിൻ്റെ എയിം എന്തായിരിക്കും? നമുക്ക് എന്തൊക്കെ സർവീസുകൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്? നമുക്കിപ്പോൾ ഒരു ആധാർ കാർഡ് എടുക്കണം, അല്ലെങ്കിൽ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കണം. നമുക്ക് ഈ ഇലക്ഷനൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ID വേണം അല്ലേ. അപ്പോൾ 18 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ ഓടിപ്പോയി ഇലക്ഷന് ID കാർഡ് എടുക്കണമെങ്കിൽ നമ്മൾ എവിടെയാണ് ചെല്ലുക? അക്ഷയയിൽ ചെല്ലും. അതുപോലെ തന്നെ ഇപ്പം ഇൻഷുറൻസ്, ബാങ്കിങ് സർവീസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ ഒരു അക്ഷയ സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവർ ചെയ്തു തരും അല്ലേ. അപ്പോൾ ഇതാണ് മെയിൻ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു CSC എന്ന് പറയുന്നത്. എന്താണ്? അക്ഷയ സെന്റേഴ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് ഇനി ഈ ഒരു ഗവേണൻസിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഇതിന്റെ പ്രയോജനങ്ങൾ നോക്കിക്കേ. ലീഡ്സ് ടു ഓട്ടോമേഷൻ ഓഫ് ഗവൺമെന്റ് സർവീസസ്, സ്ട്രെങ്തൻസ് ദ ഡെമോക്രസി, more transparency in the functioning, makes every government department responsible and saves unnecessary visits of the public to offices. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് തന്നെ അങ്ങ് എഴുതാവുന്നതേ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും ഇല്ല അല്ലേ, സിമ്പിളായിട്ട് നമുക്ക് എഴുതാം.
ഇനി ചലഞ്ചസ് ടു ഇ ഗവേണൻസ്. ബെനിഫിറ്റ്സ് പറഞ്ഞു, അപ്പൊ എന്തായാലും ഇതിന്റെ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണ്ടേ? ഓക്കെ. ഡ്യൂ ടു ലാക്ക് ഓഫ് ഇ ലിറ്ററസി there is a difficulty to access the services of e-governance. ഈ ലിറ്ററസിയുടെ കുറവുണ്ട്. അതായത് ഇപ്പം കമ്പ്യൂട്ടറുകളൊന്നും യൂസ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് ഇത് ആക്സസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അതുപോലെ ഹൈ സെക്യൂരിറ്റി മെഷേഴ്സ് ആർ റിക്വയർഡ് ബിക്കോസ് ഓഫ് പോസിബിലിറ്റി ഓഫ് സൈബർ അറ്റാക്ക്. സൈബർ അറ്റാക്ക് ഒക്കെ കോമൺ ആയിട്ടുള്ള നാടാണ് നമ്മുടെ അല്ലേ. അപ്പോൾ അത് ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ഹൈ സെക്യൂരിറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. Then implementation and maintenance requires huge amount and planning. ശരിയാണല്ലേ. അതുപോലെ തന്നെ some people refuse to keep personal information due to anxiety. ചിലർക്കൊക്കെ ഇങ്ങനെ ഓൺലൈനിലൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുക, അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക, ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആൻസൈറ്റിയാണ്, ഭയങ്കര പേടിയാണ്. അയ്യോ വേണ്ട, എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിലോ എന്നൊക്കെ ഓർത്ത് ചിലരൊന്നും കൊടുക്കില്ല, ചിലരൊന്നത് ഷെയർ ചെയ്യാനായിട്ട് നിൽക്കില്ല. Then various departments integration is needed for the efficiency and effectiveness of the e-governance. ഓക്കെ, അപ്പോൾ ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ആ ഒരു ഇൻ്റഗ്രേഷൻ നമുക്ക് വേണ്ടി വരും അല്ലേ, ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ചലഞ്ചസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇ ഗവേണൻസ് എന്താണെന്നുള്ളത് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. നമ്മുടെ ഈ ഒരു ടോപ്പിക് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാം ക്ലിയർ ആണല്ലോ, എന്താണ് ഇ ഗവേണൻസ്, അതിൻ്റെ ടൈപ്സ് ഓഫ് ഇൻട്രാക്ഷൻസ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ പഠിച്ചു, പിന്നെ എന്താ നമ്മൾ പഠിച്ചു, അതിൻ്റെ മെയിൻ ആയിട്ടും വരുന്ന ഒരു അക്ഷയ സെൻറ്റേഴ്സ് എന്താണെന്നുള്ളത് പഠിച്ചു, അതിൻ്റെ ബെനിഫിറ്റ്സ് ചലഞ്ചസ് ഒക്കെ നമ്മൾ നോക്കി. ക്ലിയർ ആണല്ലോ ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിനി കുറച്ച് വെബ്സൈറ്റുകൾ നോക്കിയാലോ. ഏതൊക്കെയാണ് ഇ ഗവേണൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വെബ്സൈറ്റുകളുണ്ട്. ഓക്കെ, www.dhsckerala.gov.in. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട്, അതായത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, the government of Kerala provides various facilities to services to students, teachers and school administration. നമ്മുടെ സ്കൂളുകൾ നമ്മുടെ പഠനത്തോട് ബന്ധപ്പെട്ടാണ് അല്ലേ. പിന്നെ www.edistrict.kerala.gov.in. അതെന്താണ്? നമ്മുടെ ഗവൺമെൻറ് സർവീസസ്, പബ്ലിക്കിലേക്കുള്ള ഗവൺമെൻറ് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ്. അതുപോലെ തന്നെ നോക്കിക്കേ, ഇൻകം ടാക്സിൻ്റെ ഉണ്ട്, കേരള MBD, ദെൻ RTI, IT മിഷൻ, എസ്പാർക്ക്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഇ ഗവേണൻസ് വെബ്സൈറ്റ്സ്. ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ ഒന്ന് രണ്ടെണ്ണം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ക്ലിയർ ആണല്ലോ ഇ ഗവേണൻസ് എന്താണെന്നുള്ളത്? ക്ലിയർ അല്ലേ? അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇ ബിസിനസ്, ഇ വ്യാപാരം. ഓക്കെ, ഇ ബിസിനസ് is the sharing of business information, maintaining business relationships and conducting business transactions by the means of ICT applications. എന്താണ്? നമ്മുടെ ICT ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്നു അല്ലേ, ഷെയർ ചെയ്യുന്നു. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്? ബിസിനസ് ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ ബിസിനസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ ഇ ബിസിനസ് എന്ന് പറയുന്നത്. It also reduces the communication and travel cost through online meeting and shared workspace. എന്താണ്? നമ്മൾ ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ അവിടെ കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷെയർഡ് വർക്ക് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഒരു ട്രാവൽ കോസ്റ്റ് ഒക്കെ നമുക്ക് അവിടെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഈ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ആ സംഭവം. ഓക്കെ, ഇനി ഇ കൊമേഴ്സ് ആൻഡ് ഇ ബിസിനസ്, ഈ വാണിജ്യവും ഈ വ്യാപാരവും. അപ്പോൾ അവിടെ എന്താണ് അതിൽ വ്യത്യാസം വരുന്നത്? എന്തായിരിക്കും? ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻ ആണ് മെയിനായിട്ട് വരുന്നത്, അതായത് എക്സ്ചേഞ്ച് ഓഫ് മണി. ഇനി ഈ ബിസിനസ് എന്ന് പറയുമ്പോഴേക്കും അവിടെ എന്തൊക്കെ കാര്യങ്ങൾ റണ്ണിങ് ആയിരിക്കും? അവിടെ നമ്മൾ മാർക്കറ്റിംഗ് ഉണ്ട്, ഒബ്റ്റെയിനിങ് ന്യൂ റോ മെറ്റീരിയൽസ് ഓർ ഗുഡ്സ്, കസ്റ്റമർ എഡ്യൂക്കേഷൻ, ലുക്കിംഗ് ഫോർ സപ്ലയേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഇ ബിസിനസ് എന്ന് പറയുന്ന സെക്ഷനിൽ വരും. ഓക്കെ, ദസ് ഇ ബിസിനസ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഇ കൊമേഴ്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇ കൊമേഴ്സ് എന്താണ്, ഇ ബിസിനസ് എന്താണെന്നുള്ളത്. ഇനി ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം, EPS, അതായത് ഇലക്ട്രോണിക് രൂപത്തിൽ പണം നൽകുന്ന സമ്പ്രദായം. ഇതൊക്കെ നമുക്കറിയാം, നമ്മളിപ്പോൾ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. എ സിസ്റ്റം ഓഫ് ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ ആൻ ഓൺലൈൻ എൻവയോൺമെന്റ് ഈസ് കോൾഡ് ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം അല്ലേ. എന്താണ്? ഒരു ഓൺലൈൻ എൻവയോൺമെന്റിലൂടെ ബയേഴ്സും സെല്ലേഴ്സും ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് നടത്തുന്നു. ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇ ബാങ്കിങ്. ഇ ബാങ്കിങ് എന്താ? അതൊന്നും ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ, നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇ ബാങ്കിങ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഓട്ടോമേറ്റഡ് ഡെലിവറി ഓഫ് ബാങ്കിങ് സർവീസസ് ഡയറക്ട്ലി ടു ദ കസ്റ്റമേഴ്സ് ത്രൂ ഇലക്ട്രോണിക് ചാനൽ. എന്താണ്? ഒരു ഇലക്ട്രോണിക് ചാനൽ വഴി ഡയറക്റ്റ് ആയിട്ട് ബാങ്കിങ് സർവീസുകൾ ആരിലേക്ക് എത്തിക്കുന്നു? കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു. ഇറ്റ് ക്യാൻ ആക്സസ് ഡേറ്റ വിത്തൗട്ട് ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ്. അതായത് ഇന്ന സ്ഥലത്തിരുന്നാലേ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ബാങ്കിൻ്റെ ആ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്നൊന്നുമില്ല. അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഒന്നുമില്ല, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും
നമുക്കത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അടുത്തത് ഈ ഒരു ഇ ബിസിനസ്സിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതിന്റെ മേന്മകൾ അല്ലെ. ഈ ഇ ബിസിനസ് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഉണ്ടാവുന്നത്? ഫസ്റ്റ് തന്നെ പറയുന്നത് ഇറ്റ് ഓവർകംസ് ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻ അല്ലെ. നമുക്കൊരു സ്ഥലത്ത്, അതായത് ഇന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ, അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇല്ല. എവിടെ ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റ് കുറവാണ്. പിന്നെ നമ്മുടെ ട്രാവൽ ടൈമും കോസ്റ്റും ഒക്കെ അവിടെ കുറയുന്നുണ്ട് അല്ലേ. ഇനി ഇറ്റ് റിമെയിൻസ് ഓപ്പൺ ഓൾ ദ ടൈം, 24 hours ഓപ്പൺ ആണ്. നമ്മൾ ബാക്കി നമുക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഡയറക്റ്റ് ഒരു ഓഫീസിലേക്കൊക്കെ ചെല്ലുവാണെങ്കിൽ അവിടെ ഇങ്ങനെ ടൈം ഷെഡ്യൂൾ ഉണ്ടാവും. ഇപ്പോൾ രാവിലെ 10 മണി തൊട്ട് 5 മണി വരെ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇനി വി ക്യാൻ ലൊക്കേറ്റ് ദ പ്രോഡക്റ്റ് ക്വിക്കർ ഫ്രം എ വൈഡ് റേഞ്ച് ഓഫ് ചോയ്സസ് അല്ലെ. നമുക്കിപ്പോൾ ഒരു ഷോപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷോപ്പിലുള്ള കാര്യങ്ങൾ വെച്ച് മാത്രം നോക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു ഡ്രസ്സ് എടുത്ത് പോകേണ്ടി വരും. എന്നാൽ നമുക്കിങ്ങനെ ഓൺലൈനൊക്കെ ആണെങ്കിലും നമുക്ക് ഒത്തിരി ചോയ്സസ് ഉണ്ടാവും അല്ലെ. അങ്ങനെ ഒത്തിരി ചോയ്സസ് ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഇനി ചലഞ്ചസ് ടു ഇ ബിസിനസ്. ഇ ബിസിനസിന്റെ ചലഞ്ചസ് എന്തായിരിക്കും വരിക? പീപ്പിൾ ആർ അൺഅവെയർ ഓഫ് IT ആപ്ലിക്കേഷൻസ് ആൻഡ് ഇറ്റ് യൂസസ്. കുറേ പേരുണ്ടാവും അല്ലെ ഇങ്ങനെ ഇതൊന്നും യൂസ് ചെയ്യാൻ അറിയാത്തവർ ഒത്തിരി പേരുണ്ടാവും. ഇനി മോസ്റ്റ് ഓഫ് പീപ്പിൾ ഡോണ്ട് ഹാവ് പ്ലാസ്റ്റിക് മണി ആൻഡ് നെറ്റ് ബാങ്കിങ്. അതായത് നെറ്റ് ബാങ്കിങ് അറിയാത്തവർ, അങ്ങനെ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ വരെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇറ്റ് റിക്വയർസ് ഹൈ സെക്യൂരിറ്റി മെഷർമെന്റ്സ്, അതർവൈസ് യു മേ ലൂസ് മണി അല്ലെ. നല്ല ഒരു സെക്യൂരിറ്റി അവർ പ്രൊവൈഡ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പൈസ നഷ്ടപ്പെടും. ദെൻ വി കാൺട്ട് ടച്ച് ഓർ സ്മെൽ പ്രോഡക്ട്സ് ത്രൂ ഓൺലൈൻ. അതൊരു കാര്യമാണല്ലേ. നമുക്കൊരു കാര്യം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കത് ടച്ച് ചെയ്യാനോ സ്മെൽ ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കില്ല ഓൺലൈൻ വഴിയാകുമ്പോൾ. ദെൻ സം കമ്പനീസ് മേ നോട്ട് ഹാവ് പ്രോപ്പർ ഗുഡ്സ് ഡെലിവറി സർവീസ്. ചിലതിനൊന്നും ഡെലിവറി സർവീസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ ചലഞ്ചസ് ആയിട്ട് ഈ ബിസിനസ്സിൽ വരുന്നത്. പക്ഷെ ഇത് മിക്കതും നമ്മളിപ്പം ഇതൊക്കെ മാറ്റി നമ്മൾ കൊണ്ടുവരുന്നുണ്ടല്ലേ മുന്നോട്ട് പോകും തോറും. അപ്പോൾ ഏതൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ബിസിനസ് വെബ്സൈറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിക്കേ. ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് IRCTC, ഓക്കെ. പിന്നെ എന്താ, ആമസോൺ, eBay, LIC, എയർ ഇന്ത്യ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. നമ്മൾക്ക് ആമസോണൊക്കെ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബിസിനസ്സിന് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന കുറച്ച് വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിസിനസ് എന്താണെന്നുള്ളത് ക്ലിയർ ആണല്ലോ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇ ലേണിംഗ്, ഈ പഠനം. അതായത് നമ്മുടെ ICT ആപ്ലിക്കേഷൻസ് നമ്മൾ എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഇ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇ ലേണിംഗ് ടൂൾസ് ആയിട്ട് വരുന്നത്? ഈ പഠനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഇലക്ട്രോണിക് ബുക്സ് റീഡർ. ഇ ബുക്ക് എന്താണ്? നമുക്ക് ബുക്ക് നേരെ പോയി വാങ്ങിച്ച് നമ്മൾ തുറന്ന് വായിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫോണിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും അല്ലേ. അതാണ് ഈ ഒരു ഇ ബുക്ക് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പോർട്ടബിൾ കമ്പ്യൂട്ടർ ഡിവൈസസ് ദാറ്റ് ആർ ലോഡഡ് വിത്ത് ഡിജിറ്റൽ ബുക്ക്. കണ്ടോ, ഡിജിറ്റൽ ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് റീഡേഴ്സ് വോയിസ് ഔട്ട്പുട്ട് ഓൾസോ ഇൻ സം ബുക്സ്. ചില ബുക്സിൽ ഇത് വായിച്ച് പറയുന്നതായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അതും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ ഇ ബുക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നതോ സെയിം ഇതുപോലെ ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ടെക്സ്റ്റൽ ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടുള്ള ഇനിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഓൺലൈൻ ചാറ്റ് എന്താണ്? റിയൽ ടൈം എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ്. അതായത് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്, നമ്മൾ രാവിലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വാട്സപ്പ് എടുത്ത് മെസ്സേജ് അയക്കുന്നു അല്ലേ. അപ്പോൾ ആ ഒരു സംഭവം റിയൽ ടൈമായിട്ട് നമ്മൾ മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഓൺലൈൻ ചാറ്റ് എന്ന് പറയുന്നത്. ഇപ്പം എന്താ, വീഡിയോ ചാറ്റിംഗ് ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ ആണല്ലോ, അതെ അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ എന്തിൽ പെടും? ഈ ഒരു ഓൺലൈൻ ചാറ്റിൽ വരും. ദെൻ ഈ കണ്ടന്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഡേറ്റാസും ഇൻഫോർമേഷൻസും നമുക്ക് ഷെയർ ചെയ്യാം. എങ്ങനെയുള്ള ഡേറ്റാസ്? ഇമേജസ്, ഓഡിയോ, വീഡിയോ, പ്രസൻറ്റേഷൻ, അതുപോലെ തന്നെ ആനിമേഷൻസ്, ഇതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലേ. അപ്പോൾ അതാണ് ഈ കണ്ടന്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ദെൻ ലാസ്റ്റ് ആയിട്ട് വരുന്നത് നോക്കിക്കേ, എഡ്യൂക്കേഷണൽ TV ചാനൽസ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചാനലായിരിക്കും വിക്ടേഴ്സ്. ഇതൊരു എഡ്യൂക്കേഷണൽ TV ചാനലാണ്. അപ്പോൾ അതുവഴി കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇ ലേണിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണല്ലോ, പ്രത്യേകിച്ച് എടുത്തെന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. എല്ലാ ടൂൾസും നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളുമാണ്. അങ്ങനെ നമ്മൾ ഇ ലേണിങ്ങിൻ്റെ ടൂൾസ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇ ലേണിംഗ് കൊണ്ടുള്ള ഈ പഠനത്തിൻ്റെ മേന്മകൾ ഏതൊക്കെയാണെന്നാണ്. എന്താണ് ഇ ലേണിംഗ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ഇറ്റ് ക്യാൻ ഓഫർ വെറൈറ്റി ഓഫ് കോഴ്സസ് ടു ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രം ഡിസ്റ്റൻറ്റ് ലൊക്കേഷൻ. അതായത് നമുക്ക് സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് പോയി പഠിക്കുക, അങ്ങനെയാണല്ലേ. അപ്പോൾ ഇ ലേണിംഗ് വരുമ്പോഴേക്കും നമുക്ക് എത്ര ഡിസ്റ്റൻസിലുള്ള ആൾക്കാർക്കും ഒത്തിരി വെറൈറ്റി ഓഫ് കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജേർണി ടൈം, മണി, ഇൻസ്ട്രക്ടർ ഫീസ്, ഇതെല്ലാം നമുക്ക് ഇ ലേണിങ്ങിലൂടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഇനി പീപ്പിൾ ക്യാൻ എൻജോയ് ഇ ലേണിംഗ് വിത്ത് ലോവർ കോസ്റ്റ്.
കണ്ടോ, ലോവർ കോസ്റ്റിൽ ഈ ലേണിംഗ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്ക് പോയി വരുന്നതിൻ്റെ ചിലവുകളില്ല, അതുപോലെ തന്നെ ട്യൂഷൻ ഫീസുകളില്ല, അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കട്ടായിട്ട് കിട്ടും. Then it enables people to do courses conducted by national or international institutions. എന്താണ് ഈ ലേണിംഗ് വഴി നമുക്ക് നാഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലുള്ള കോഴ്സസ് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ടൈം ആൻഡ് പ്ലേസ് ഈസ് നോട്ട് എ കൺസ്ട്രെയിന്റ്. സമയവും അതുപോലെ സ്ഥലവും ഒരു കൺസ്ട്രെയിന്റ് അല്ല. എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അഡ്വാൻറ്റേജ് പറയുമ്പോൾ എന്തായാലും അവിടെ ചലഞ്ചസും ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഈ ലേണിങ്ങിൻ്റെ ചലഞ്ചസ്, എന്തൊക്കെയാണ് വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ബിറ്റ്വീൻ സ്റ്റുഡൻറ്റ് ആൻഡ് ടീച്ചേഴ്സ് ഈസ് നോട്ട് പോസിബിൾ. ഈ ലേണിംഗ് വരുമ്പോഴേക്കും സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒരു ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ഉണ്ടാകില്ല. അതുപോലെ പ്രോപ്പർ ഇൻട്രാക്ഷനും കുറവായിരിക്കും. ദെൻ ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ റിക്വയർസ് കമ്പ്യൂട്ടർ ആൻഡ് ഹൈ ഇൻ്റർനെറ്റ് സ്പീഡ്. അല്ലേ, നമുക്ക് ഈ ഒരു ലേണിംഗ് നടത്തണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറും വേണം, അതുപോലെ തന്നെ ഹൈ ഇൻ്റർനെറ്റ് സ്പീഡും നമുക്ക് അവൈലബിൾ ആയിരിക്കണം. ദെൻ പീപ്പിൾ മേ നോട്ട് ഗെറ്റ് പ്രോപ്പർ മോട്ടിവേഷൻ. എല്ലാവർക്കും ഒരു പ്രോപ്പർ മോട്ടിവേഷൻ കിട്ടണമെന്നില്ല. ഒത്തിരി പേരുണ്ടാവില്ല, എനിക്ക് നേരെ പോയിരുന്ന് പഠിച്ചാൽ ശരിയാവുള്ളൂ, ഓൺലൈനിൽ പഠിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർ ഒത്തിരി പേരുണ്ടാവും അല്ലേ? ദെൻ ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എ റിയൽ ലാബ് ഫെസിലിറ്റി. റിയൽ ആയിട്ടുള്ളൊരു ലാബ് ഫെസിലിറ്റി ഈ ഒരു ഈ ലേണിംഗ് വഴി നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചലഞ്ചസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അഡ്വാൻറ്റേജസ് എന്താണ്, ചലഞ്ചസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ദെൻ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഈ ലേണിംഗ് വെബ്സൈറ്റ്സ്, അതായത് നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് ഈ ലേണിംഗ് വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒത്തിരി വെബ്സൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും NCERT, അതുപോലെ W3 സ്കൂൾ. നിങ്ങൾ കോഡിങ് പഠിക്കുമ്പം നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സൈറ്റാണ് W3 സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഏതൊക്കെയാണ് നമുക്ക് ഈ ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ്സ് എന്നുള്ളത്. ജസ്റ്റ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു പോയാൽ മതി, അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ലേണിംഗ് എന്താണെന്നുള്ളത് ഫുള്ള് കംപ്ലീറ്റ് ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? അടുത്തത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ICTയുടെ ആപ്ലിക്കേഷൻസ് ഹെൽത്ത് കെയറിൽ എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, ICT ആപ്ലിക്കേഷൻസ് ഇൻ ഹെൽത്ത് കെയർ, ആരോഗ്യ പരിപാലനത്തിൽ ICTയുടെ ഉപയോഗങ്ങൾ. ഓക്കെ, അപ്പം നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ, നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറിൽ നമ്മൾ ICT എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഓവറോൾ ഒരു ഹെഡിങ്സ് ആയിട്ട് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാന്ന് നോക്കിക്കേ: മെഡിക്കൽ എക്യുപ്മെൻറ്റ്, പേഷ്യൻ്റ് റെക്കോർഡ് കീപ്പിംഗ്, വെബ് ബേസ്ഡ് സപ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫൈനലി റിസർച്ച്. അപ്പോൾ ഇത്രയും ഏരിയാസിലാണ് നമ്മൾ ICT യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നതാണ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, വൈദ്യസംബന്ധമായ ഉപകരണങ്ങൾ. മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഹോസ്പിറ്റലുകളൊക്കെ യൂസ് ചെയ്യുന്ന ഒത്തിരി എക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത് എന്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്? കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് അല്ലേ? അതായത് ഇപ്പോൾ CT സ്കാനർ, MRI സ്കാനർ, അൾട്രാസൗണ്ട് സ്കാനർ, ECG, ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് എന്തിൻ്റെ സഹായത്തോടെയാണ്? കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ അതൊരു വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ് അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്. ക്ലിയർ ആണല്ലോ? ഇനി സെക്കൻഡ് വരുന്നതാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ നോർമലി നമുക്ക് ഫയലൊക്കെ എടുത്ത് ചീട്ട് എഴുതി നമുക്ക് അങ്ങനെ എഴുതിയൊക്കെ തരാറുണ്ട് അല്ലേ? എന്നാൽ അതല്ലാതെ ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ? എല്ലാം നമ്മളിപ്പോൾ എന്ത് പറയുന്നതനുസരിച്ച് എല്ലാ ഡീറ്റെയിൽസും കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിട്ടായിരിക്കും എല്ലാവരും റെക്കോർഡ് സൂക്ഷിച്ച് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഫുള്ള് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ റെക്കോർഡ് എല്ലാം സൂക്ഷിക്കുന്നത് അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ഡിജിറ്റൽ വേർഷൻ ഓഫ് എ പേപ്പർ ചാർട്ട്. കണ്ടോ, ഒരു പേപ്പർ ചാർട്ടിൻ്റെ ഡിജിറ്റൽ വേർഷനാണ് ഈ ഒരു ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ആൻഡ് കണ്ടെയ്ൻസ് ഓൾ ഓഫ് പേഷ്യൻസ് മെഡിക്കൽ ഹിസ്റ്ററി ഫ്രം വൺ പ്രാക്ടീസ്. അതായത് പേഷ്യൻസിൻ്റെ എല്ലാ ഹിസ്റ്ററി, അവരുടെ ഡീറ്റെയിൽസ്. ദെൻ ആൻഡ് EMR ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ബൈ ഡോക്ടേഴ്സ് ഫോർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ? ശരിക്കും ഈ ഒരു ഫീൽഡിൽ തന്നെ ഇപ്പം ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? അതായത് ഈ ഒരു ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ തന്നെ ഒത്തിരി ജോലികളും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം ഇതും എന്താണ്? നമ്മുടെ ഹെൽത്ത് കെയറിൽ ICTയുടെ ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ദെൻ വെബ് ബേസ്ഡ് ഡയഗ്നോസിസ്, രോഗനിർണയത്തിനും വൈദ്യസഹായത്തിനുമുള്ള വെബ് അധിഷ്ഠിത സേവനങ്ങൾ. സിംപ്ലി നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്നുമ്പോഴേക്കും ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യുക അല്ലേ? ഇതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് ഡോക്ടേഴ്സിന് ഗൂഗിളിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായം വേണ്ടി വരാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ വെബ് ബേസ്ഡ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റർനെറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ ഡോക്ടേഴ്സ് to acquire information to diagnose and give treatment to the patients who are suffering from diseases. മനസ്സിലായാലോ എന്താണെന്നുള്ളത്? സിമ്പിളാണ്, നമുക്ക് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദെൻ അടുത്തതാണ് ടെലിമെഡിസിൻ.
ഓക്കെ, ടെലിമെഡിസിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷെയർ ഒബ്സർവേഷൻസ് ആൻഡ് പ്രിസ്ക്രിപ്ഷൻസ് വിത്ത് എക്സ്പേർട്സ് ഇൻ ദ മെഡിക്കൽ ഫീൽഡ്. എന്താണ് പ്രിസ്ക്രിപ്ഷൻസ് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് ഷെയർ ചെയ്യാൻ? എങ്ങനെ? ഇപ്പം നമുക്ക് ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. നമ്മളൊരു ലോങ് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്, നമുക്കെന്നാൽ ഇപ്പോൾ പുറത്ത് താമസിക്കുന്നവർ നാട്ടിലുള്ളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. എന്ത് ചെയ്യാം? നമുക്ക് വീഡിയോ കൺസൾട്ടിങ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണല്ലേ. ഓൺലൈനായിട്ട് നമുക്ക് കൺസൾട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഡിസ്റ്റൻസ് ഒരു വിഷയമല്ല. അവരുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവർക്കുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനെയാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദേ ക്യാൻ എക്സാമിൻ പേഷ്യൻസ് ഇൻ റിമോട്ട് ലൊക്കേഷൻസ് ബൈ മോണിറ്ററിംഗ് ദി പേഷ്യൻസ് കണ്ടീഷൻ ആൻഡ് ഗീവ് ദ കറക്റ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇവിടെ ലാസ്റ്റ് വരുന്നത് എന്താണ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഗവേഷണവും പുരോഗതിയും. ഇപ്പോൾ റിസർച്ചിന് വേണ്ടിയിട്ടും നമ്മൾ ഒത്തിരി ഇൻ്റർനെറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ടുഡേ ഡ്രഗ്സ് മെന്റ് ഫോർ സ്പെസിഫിക് പർപ്പസസ് ക്യാൻ ബി ഡെവലപ്ഡ് വിത്ത് ദ യൂസ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടേഴ്സ്. Use of IT may radically alter the cost associated with the discovery of drugs over the coming years. അതായത് നമ്മളിപ്പോൾ റിസർച്ചിന് വേണ്ടിയിട്ട് ഒരു മരുന്നിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു രോഗത്തിന് വേണ്ടിയിട്ടുള്ള നമ്മൾ എന്തെങ്കിലുമൊക്കെ റിസർച്ചൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മുടെ എല്ലാ ഫീൽഡിലും റിസർച്ചുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ എന്താണ്, ഈ ഒരു ഇൻ്റർനെറ്റ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറിൽ ICTയുടെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ എല്ലാം. അപ്പോൾ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ICT എനേബിൾഡ് സർവീസസ്, ICT അധിഷ്ഠിത സേവനങ്ങൾ. അപ്പോൾ അതെന്താണെന്ന് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നതാണ് BPO, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. ഓക്കെ, ഫുൾ ഫോം അറിഞ്ഞിരിക്കുക, BPO. അപ്പോൾ BPO എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഒരു ബിസിനസ് ഫേമിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻഡിച്ചർ കുറച്ചിട്ട് മാക്സിമം പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദ മെയിൻ എയിം ഈസ് ടു ഇൻക്രീസ് ദ പ്രോഫിറ്റ് ബൈ റെഡ്യൂസിങ് ദ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചില വർക്കുകൾ ഇവർ പുറത്തു കൊടുക്കും. ഓക്കെ, സം വർക്ക്സ് ആർ ട്രാൻസ്ഫേർഡ് ടു അതർ കോൺട്രാക്ടേഴ്സ്. അപ്പോൾ ഈ ഒരു പാരന്റ് കമ്പനിക്ക് ആ ഒരു നമ്മൾ വർക്ക് കൊടുത്തിരിക്കുന്ന അവിടുത്തെ എംപ്ലോയീസിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അല്ല, അവരതിന് റെസ്പോൺസിബിൾ അല്ല. പക്ഷെ അവർ കൊടുത്ത വർക്ക് അവർക്ക് സ്മൂത്തായിട്ട് ചെയ്ത് കയ്യിലേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് BPO എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ ഡേറ്റ എൻട്രി, കസ്റ്റമർ കെയർ സപ്പോർട്ട്, ഇതൊക്കെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെയാണ് BPO എന്ന് പറയുമ്പോൾ വരുന്നത്. ഇനി അടുത്തത് വരുന്നതാണ് KPO, നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. BPO പോലെ തന്നെ ഇതും ഔട്ട്സോഴ്സിംഗ് ആണ്. ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് നോളജും ഇൻഫർമേഷൻ റിലേറ്റഡ് ജോബ്സ് ആണ്. അതായത് ഡേറ്റ റിസർച്ച്, ഇൻ്റഗ്രേഷൻ, മാർക്കറ്റ് റിസർച്ച്, ഫ്രോഡ് അനലിറ്റിക്സ്, ഇങ്ങനെയുള്ള ജോബ്സ് ആയിരിക്കും നമ്മൾ KPO വരുമ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ BPOയും KPOയും തമ്മിലുള്ള ഡിഫറൻസുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ഫുൾ ഫോമും പഠിച്ചിരിക്കുക. എന്താണ് BPO അതുപോലെ എന്താണ് KPO, അതിൻ്റെ ഓരോന്നിൻ്റെ എക്സാമ്പിൾസും പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ? അടുത്തത് വരുന്നതാണ് കോൾ സെൻറ്റേഴ്സ്. കോൾ സെൻറ്റേഴ്സ് എന്താണ്? ഒരു ഓർഗനൈസേഷൻ്റെ വരുന്ന എല്ലാ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് കോൾസ് ഹാൻഡിൽ ചെയ്യുന്നത് ആരാ? കോൾ സെൻറ്റേഴ്സിലായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് ആ ഒരു കോൾ സെൻറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടെലിഫോൺ സർവീസ് ഫെസിലിറ്റി സെറ്റപ്പ് ടു ഹാൻഡിൽ ലാർജ് നമ്പർ ഓഫ് ബോത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് കോൾസ് ഫോർ എ ഓർഗനൈസേഷൻ. ക്ലിയർ ആണല്ലോ? അത് കോൾ സെൻറ്ററൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇനി ടെലികോൺഫറൻസിങ് എന്ന് പറയുമ്പോഴേക്കും രണ്ടിൽ കൂടുതലോ ആൾക്കാർക്ക് പല ലൊക്കേഷനിൽ ഇരിക്കുന്നവർക്ക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക. നമ്മുടെ IT സർവീസസ്, കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു ടെലികോൺഫറൻസിങ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വരുന്നതാണ് വീഡിയോ കോൺഫറൻസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെലികോൺഫറൻസിങ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു വീഡിയോ ക്യാമറയും അതുപോലെ തന്നെ സ്പീക്കർ ഫോണും നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം. നമുക്ക് വീഡിയോ കോൺഫറൻസിങ് നമുക്ക് കണ്ടുകൊണ്ട് ആ ഒരു മീറ്റിംഗ് നമുക്ക് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ അവിടെയാണ് വീഡിയോ കോൺഫറൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ICT എനേബിൾഡ് സർവീസസ് എന്ന് പറയുന്നത്. BPO ഉണ്ട്, KPO, കോൾ സെൻറ്റേഴ്സ്, ടെലികോൺഫറൻസിങ് ആൻഡ് ഫൈനലി വീഡിയോ കോൺഫറൻസിങ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തു അല്ലേ. അപ്പോൾ ഇതിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ടെക്സ്റ്റ്. ടെക്സ്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇലക്ട്രോണിക് ഫോർമാറ്റ് ഓഫ് ടെക്സ്റ്റുവൽ ഡേറ്റ. ഓക്കെ, ഇലക്ട്രോണിക് ഫോർമാറ്റ് ഓഫ് ടെക്സ്റ്റുവൽ ഡേറ്റ എന്നതാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് റീഡർ യൂസ് ചെയ്തിട്ട് നമുക്കിത് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഇത്രയും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് BPO ആൻഡ് KPO. എന്താണ് BPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്.
ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. KPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. KPO എന്ന് പറയുമ്പോഴേക്കും നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. ക്ലിയർ ആണല്ലോ? അത് രണ്ടും നമ്മൾ ലാസ്റ്റ് പഠിച്ചതാണല്ലേ. ലാസ്റ്റ് നമ്മൾ തൊട്ട് മുന്നേ കഴിഞ്ഞ ടോപ്പിക്കിൽ ഉണ്ടായിരുന്നതാണ് KPO ആൻഡ് BPO എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഓൺലൈൻ റെയിൽവേ റിസർവേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡാഷ്. എന്തിന്റെ എക്സാമ്പിൾ ആണ് ഓൺലൈൻ റെയിൽവേ റിസർവേഷൻ? റെയിൽവേ റിസർവേഷൻ എന്ന് പറയുമ്പോഴേക്കും അത് ഗവേണൻസിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. അടുത്തത് 4th ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിഫൈൻ ദ ടേംസ് ഗിവൺ ബിലോ. ഫസ്റ്റ് വൺ ഇസ് ബിസിനസ്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് ബിസിനസ് അല്ലെ. ഇറ്റ് പ്രൊവൈഡ് സർവീസസ്. അതുപോലെ തന്നെ നമുക്ക് ഇന്റർനെറ്റിൽ ബിസിനസ് റൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ അടുത്തത് വരുന്നതാണ് ബാങ്കിങ്. ബാങ്കിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഓട്ടോമേഷൻ ഓഫ് ബാങ്കിങ് സർവീസസ് ഡയറക്ട്ലി ടു ദ കസ്റ്റമേഴ്സ് ത്രൂ ആൻ ഇലക്ട്രോണിക് ചാനൽ. അതായത് ഒരു ഇലക്ട്രോണിക് ചാനൽ വഴി ബാങ്കിന്റെ സർവീസസ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു. അതിനെയാണ് നമ്മൾ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വരുന്നതാണ് ഗവേണൻസ്. ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ICT അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി ഗവൺമെന്റിന്റെ എല്ലാ സർവീസുകളും സിറ്റിസണിലേക്ക് പ്രോപ്പറായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഗവേണൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ 3 എന്താണെന്നുള്ളത് ക്ലിയർ ആണല്ലോ? ഇനി ലിസ്റ്റ് ഔട്ട് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻസ് ഇൻ ഗവേണൻസ്. എന്താണ്? ഏതൊക്കെയാണ് ഇന്ററാക്ഷൻസ്? നമ്മൾ പഠിച്ചല്ലേ ഓൾറെഡി. ഗവൺമെന്റ് ടു ഗവൺമെന്റ്, അതിനെ നമ്മൾ G2G എന്ന് എഴുതി. ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഉണ്ട്, പിന്നെ ഗവൺമെന്റ് ടു സിറ്റിസൺ ഉണ്ട്, ഇപ്പൊ G2C. ദെൻ ഗവൺമെന്റ് ടു ബിസിനസ് ആൻഡ് ഫൈനലി ഗവൺമെന്റ് ടു എംപ്ലോയീസ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ലിസ്റ്റ് ഓഫ് ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത്. ഗവേണൻസിന്റെ ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് G2G, G2C, G2P ആൻഡ് G2E. ക്ലിയർ ആണല്ലോ? ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗവേണൻസ്? ഗവേണൻസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇറ്റ് എനേബിൾസ് മോർ ട്രാൻസ്പെറൻസി. അതുപോലെ തന്നെ ഒത്തിരി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി ഇത് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഗവേണൻസിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി എക്സ്പ്ലെയിൻ എനി 3 ടൂൾസ് ദാറ്റ് എൻഹാൻസ് ലേണിംഗ് പ്രോസസ്. ലേണിംഗ് പ്രോസസ് എൻഹാൻസ് ചെയ്യുന്ന ഏതെങ്കിലും 3 ടൂൾസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏതൊക്കെ പറയാം? നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ബുക്ക് പഠിച്ചു, ബുക്ക് ഉണ്ട്, അതുപോലെ ടെക്സ്റ്റ് ഉണ്ട്, ദെൻ ഓൺലൈൻ ചാറ്റ്, പിന്നെന്താണ്? എഡ്യൂക്കേഷണൽ ചാനൽസ് ഉണ്ട് അല്ലേ. നമ്മൾ വിക്ടേഴ്സ് ചാനലൊക്കെ എഡ്യൂക്കേഷണൽ ചാനൽസ്, അതൊക്കെ ലേണിംഗ് ആണ്. അപ്പോൾ എഡ്യൂക്കേഷണൽ ചാനൽസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ലേണിംഗ് പ്രോസസ്സ് എൻഹാൻസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ? അടുത്തത് എന്താ നോക്കിക്കേ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ BPO ആൻഡ് KPO. ഓക്കെ, എന്തായിരുന്നു BPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. അതായത് നമ്മുടെ ബിസിനസിന്റെ മെയിൻ എയിം ആയിട്ട് പറയുന്നത് എന്താണ്? എക്സ്പെൻഡിച്ചർ കുറച്ചിട്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വേർഡ്സ് പുറത്ത് കൊടുക്കും അല്ലേ. അപ്പോൾ അതാണ് BPO എന്ന് പറയുന്നത്. അതിന് മെയിൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് കസ്റ്റമർ കെയർ സർവീസസും അതുപോലെ ഡേറ്റ എൻട്രി ഒക്കെ പറയുന്നത്. ദെൻ KPO എന്ന് പറയുമ്പോഴൊക്കെ എന്തായിരുന്നു? നോളജ് ആൻഡ് ഇൻഫർമേഷൻ റിലേറ്റഡ് ജോബ്സ് ആണ് അല്ലേ. അപ്പോൾ അതാണ് ആ ഒരു ഡിഫറൻസ് നമ്മൾ എഴുതാം. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് റൈറ്റ് സം എക്സാമ്പിൾസ് ഫോർ EPS. EPS എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം അല്ലേ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏതൊക്കെയാ പറയാം? അപ്പം നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഡെബിറ്റ് കാർഡ്, അതുപോലെ ഡിജിറ്റൽ വാലറ്റ്സ്. ഈ സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ EPSന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, ഡെബിറ്റ് കാർഡ് ഉണ്ട്, അതുപോലെ ഡിജിറ്റൽ വാലറ്റ് ഉണ്ട്, ദെൻ മൊബൈൽ പേയ്മെന്റ്സ് ഉണ്ട് അല്ലേ. പിന്നെ എന്തൊക്കെയാണ്? ബാങ്ക് ട്രാൻസ്ഫേഴ്സ്. ഇതൊക്കെ നമുക്ക് EPS എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ലാസ്റ്റ് വാട്ട് ഈസ് CSC? എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. CSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? കോമൺ സർവീസ് സെന്റർ. കോമൺ സർവീസ് സെന്റർ. ഓക്കെ, അതാണ് CSC എന്ന് പറയുന്നത്. CSC എന്ന് പറയുന്നത് എന്താ? നമുക്ക് നമ്മുടെ ഈ ഒരു വാട്ടർ ബില്ലും കറണ്ടിൻ്റെ ബില്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോയി അടയ്ക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും അല്ലേ. ഇതൊക്കെ നമുക്ക് കോമൺ സർവീസ് സെൻറ്റർ ആയിട്ട് പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏതാ പറയുക? അക്ഷയ സെൻറ്റേഴ്സ് ഉണ്ട്. നമ്മൾ പഠിച്ചില്ല, അക്ഷയ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു CSC ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അങ്ങനെ നമ്മുടെ 10th ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നമ്മൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തു, അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ടോട്ടലി നമ്മൾ 5 ടോപ്പിക്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്തത്. ഫസ്റ്റ് തന്നെ ഗവേണൻസ് ആയിരുന്നു. ഗവേണൻസ് പഠിച്ചു. അത് കഴിഞ്ഞ് ബിസിനസ്, ലേണിംഗ്,
ICT applications in healthcare sector, and finally ICT enabled services. ഇപ്പോൾ ചെറിയൊരു ചാപ്റ്റർ ആണല്ലേ, മെജോറിറ്റി എല്ലാ ടോപ്പിക്സും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്ന ടോപ്പിക്സാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞു തന്നതെല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. പിന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാം പോയിന്റ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കിട്ടും. അപ്പോൾ അതൊക്കെ ആൻസർ ചെയ്തൊന്ന് പഠിക്കാം. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.